ബിദ്അത്തുകൾ ആളുകളെ വഴികേടിലേക്കാണ് നയിക്കുന്നത്, നരകത്തിലേക്കാണ് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് നന്മയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ ഒരു ഇരട്ടത്താപ്പിൽ ഉള്ളത് എന്ന വിഷയം ഒരു പ്രസക്തമായ ചോദ്യമായി നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ സഹോദരങ്ങളെ, അതിനും ജമാഅത്ത് ഇസ്ലാമി ഒരു മറുപടി കണ്ടുവച്ചിട്ടുണ്ട്. ഇസ്ലാമിക പ്രസ്ഥാനം ചോദ്യങ്ങൾക്ക് മറുപടി എന്ന അതേ ഗ്രന്ഥത്തിൽ അതിന്റെ 450-ാമത്തെ പേജിൽ അബ്ദുറഹ്മാൻ സാഹിബ് എഴുതുകയാണ്, സലഫി പ്രസ്ഥാനമെന്നോ ഇസ്ലാഹി പ്രസ്ഥാനമെന്നോ മുജാഹിദുകളെന്നോ അവകാശപ്പെടുന്നവർ തങ്ങളുടെ വ്യാഖ്യാനവും കാഴ്ചപ്പാടും അനുസരിച്ചുള്ള ഷിർക്ക് ബിദ്അത്തുകൾക്കെതിരെ പൊരുതുന്നു എന്നതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ തൗഹീദിനും സുന്നത്തിനും വേണ്ടിയും ഷിർക്കിനും ബിദ്അത്തുകൾക്കുമെതിരെയും ഒന്നും ചെയ്യുന്നില്ലെന്നോ അവരത് ശാഖാപരമാക്കിയെന്നോ വരുന്നില്ല. ദീനിൻ്റെ സമ്പൂർണമായ സംസ്ഥാപനമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം. അതിൽ തീർച്ചയായും സംശുദ്ധമായ തൗഹീദിൻ്റെ പ്രചാരണവും ഷിർക്ക് ബിദ്അത്തുകൾക്കെതിരായ സമരവും ഉൾപ്പെടുന്നു. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പോളിസി ഖണ്ഡിക 2 ഇസ്ലാമിക സമൂഹം ഇങ്ങനെ പറയുന്നു: ജമാഅത്ത് മുസ്ലിങ്ങളുടെ മുമ്പിൽ ഇസ്ലാമിൻ്റെ ശരിയും സമ്പൂർണവുമായ വിഭാവനയും വ്യക്തിപരവും സാമൂഹികവുമായ ജീവിതത്തിന് അതിൻ്റെ താൽപ്പര്യങ്ങളും യുക്തിദീക്ഷയോടെ വ്യക്തമാക്കി കൊടുക്കും. അങ്ങനെ അവരിൽ പരലോക ചിന്തയും അള്ളാഹുവിൻ്റെ പ്രീതി നേടുവാനുള്ള വികാരവും ഉത്തേജിതമാകണം. അവരുടെ ജീവിതം ഷിർക്ക് ബിദ്അത്തുകളിൽ നിന്നും ചിന്താപരവും കർമ്മപരവുമായ മറ്റെല്ലാ ദൂഷ്യങ്ങളിൽ നിന്നും സംശുദ്ധവും ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് അനുസൃതവുമാവണം. എന്താണ് അദ്ദേഹം ഇവിടെ എഴുതി വച്ച ഈ വിശദീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് സുബ്ഹാനല്ലാഹ് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നബിദിന ആഘോഷം ബിദ്അത്താണെന്നും അധികപ്പറ്റാണെന്ന് പറഞ്ഞ അതേ വ്യക്തി ഇഖാമത്തുദ്ദീനിൻ്റെ സംസ്ഥാപനത്തിന് സംശുദ്ധമായ തൗഹീദും ഷിർക്ക് ബിദ്അത്തുകൾക്കെതിരെയുള്ള സമരവും ആവശ്യമാണ് എന്ന് വളരെ വ്യക്തമായി എടുത്തു പറയുന്നുണ്ട്. ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു മുഖമാണ്. എന്നാൽ ഇതേ ആളുകൾക്ക് നേരെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിദ്അത്തിൻ്റെ ആരോപണങ്ങൾ വന്നപ്പോൾ അവരുടെ മറ്റൊരു മുഖമാണ് സംസാരിക്കുന്നത്. നബിദിനാഘോഷം കൊണ്ടാടണമെന്ന ഭിന്നാഭിപ്രായമുള്ള ആളുകൾക്കും ഇഖാമത്തുദ്ദീൻ എന്ന പൊതുലക്ഷ്യത്തിന് വേണ്ടി ഒത്തുചേർന്ന് പ്രവർത്തിക്കാനുള്ള പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി എന്നാണ് ഇതേ ആളുകൾ എഴുതിവിടുന്നത്. എന്തൊരു വിരോധാഭാസമാണ് ഇത്!